നമ്മുടെ കുട്ടികൾക്ക് അവധിക്കാലമാണ്. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തുന്നത്? അവരുടെ ഭാവിയും അവരുടെ പഠനവും മെച്ചപ്പെടുന്ന രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വയം മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവുണ്ടാകണം എന്നില്ല. പൂർണ്ണമായിട്ടും കളികൾക്കായിട്ടും ഫോണിനായിട്ടും ലാപ്ടോപ്പിലും ടിവിയിലും കണ്ടിരുന്നും സമയം പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിൽ കുട്ടികൾ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തിയിരിക്കാം. അവർക്ക് അതിന്റെ വില മനസ്സിലാകണം എന്നില്ല. അതേ സമയത്ത് രക്ഷിതാക്കള് ആ ഒരു സമയം നിങ്ങളുടെ ചെറിയ ഗൈഡൻസ് അവർക്ക് കൊടുത്ത് അവർക്ക് വ്യത്യസ്തമായ അവരറിയാതെ അവർക്ക് എൻജോയ് ചെയ്യുന്ന രൂപത്തിലാവണം കേട്ടോ. അവർ പൂർണ്ണമായിട്ട് പഠിക്കുന്ന രൂപത്തിലേക്ക് അവരെ ബോറടിപ്പിക്കരുത്. അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന അവർക്ക് രസകരമായിട്ട് ചെയ്യാനും അതേ സമയത്ത് അവരുടെ ഭാവിയും അവരുടെ പഠനത്തെയൊക്കെ മെച്ചപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ, പേഴ്സണാലിറ്റിയിൽ, പഠനത്തിൽ, ബുദ്ധിയിൽ, അവരുടെ വളർച്ചയിൽ എല്ലാം എന്ത് ചെയ്യുന്നതിന് അത് ഉപകാരപ്രദമായിട്ട് മാറും എന്ന് തീർച്ചയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നത്. പൂർണ്ണമായിട്ട് കേൾക്കുക. നിങ്ങളുടെ കുട്ടിയുടെ ചെറിയ താല്പര്യം ഇതിൽ ഏത് മേഖലയാണെന്ന് നോക്കിയിട്ട് അതിന് ആവശ്യമായ ഒരു സപ്പോർട്ട് കൊടുത്ത് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, അവർക്ക് ഉപകരിക്കും. അതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കളിയൊന്നും നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരിക്കലും ഒഴിവാക്കരുത്. നന്നായിട്ട് കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനുള്ള സമയം അവർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. പൂർണ്ണമായിട്ട് കളി ഒഴിവാക്കുക, അത്തരം കാര്യം കുട്ടികളുടെ എൻജോയ്മെന്റ് ഒഴിവാക്കരുത്. കാരണം 10 വർഷം അല്ലെങ്കിൽ 10 മാസം കുട്ടി പഠിച്ച് പഠനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 2 മാസം കുട്ടിക്ക് വെക്കേഷൻ കിട്ടുന്നതാണ്. ആ വെക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റർടൈൻമെന്റിന് വേണ്ടി നല്ലൊരു സമയം കണ്ടെത്തണം നിർബന്ധമായിട്ടും. കുറച്ച് 2-3 മണിക്കൂർ ദിവസവും കളിക്കാനോ, അത് ക്രിക്കറ്റ് ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ഷട്ടിൽ ആവട്ടെ, അല്ലെങ്കിൽ സ്വിമ്മിങ്, മറ്റേ സൈക്ലിംഗ് താല്പര്യമുള്ള അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടേതായ താല്പര്യമുള്ള അവരുടെ ഹോബിക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. അത് വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ വെക്കേഷൻ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവരുടെ പഠനവും ബുദ്ധിയും ഭാവിയും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. IAS ജൂനിയർ കോഴ്സ് എന്നുള്ളതാണ്. IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുമ്പോൾ IAS ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, ഏത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്കും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ വേണ്ടിയും ഗോൾ സെറ്റിംഗ് ഒക്കെ നടത്തി IAS IPS ഡോക്ടർ എഞ്ചിനീയർ പോലത്തെ വലിയ ലക്ഷ്യങ്ങൾ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി അവരെ മാനസികമായിട്ട് തയ്യാറെടുപ്പിക്കുന്ന ഒരു വെക്കേഷൻ ക്ലാസ് ആണ് നമ്മുടെ IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. 5000 രൂപയാണ് ഫീസ് വരുന്നതെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് വെറും 1990 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ള ആൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്താവുന്ന മാർഗങ്ങൾ എന്നുള്ളതാണ്. അവരുടെ വളർച്ച കൂടി പരിഗണിക്കുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവും കേട്ടോ. ഒന്നാമത് പറയുന്നത് ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ബുദ്ധിയെ ശക്തിപ്പെടുന്ന ഒരു സംഗതിയാണ് പുതിയ ഭാഷകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഓൾറെഡി മലയാളം ഇംഗ്ലീഷൊക്കെ അറിയുന്ന കുട്ടിയാണെങ്കിൽ തമിഴ് പഠിപ്പിക്കാം, വേണ്ട ഹിന്ദി പഠിപ്പിക്കാം. നമ്മുടെ ദേശീയ ഭാഷയൊക്കെയാണ്. രാജ്യത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. ഹിന്ദി സംസാരിക്കാൻ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെ പോയാലും ഏത് സംസ്ഥാനത്ത് പോയാലും ഹിന്ദി അറിയോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്ത് കാര്യങ്ങളും നേടാൻ പറ്റും. എനിക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അതേസമയത്ത് ഈ മലയാളം കൊണ്ട് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ പറ്റുള്ളൂ. മേലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലയാളം കൊണ്ട് കാര്യമില്ല. ഹിന്ദി ആണെങ്കിൽ എവിടെയും പറ്റും. അതാണ് പറ്റിയത. ഇംഗ്ലീഷ് അറിയെങ്കിലും അത് ഗുണം ചെയ്യും. പക്ഷേ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം എന്നില്ല. അപ്പൊ ഹിന്ദി അറിയാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു ഭാഷ പഠിപ്പിക്കുക. അത് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാവാം, നിങ്ങൾക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ കോഴ്സിന് പറഞ്ഞയച്ച് പഠിപ്പിക്കാം. ഏത് രൂപത്തിലാവട്ടെ ഒരു ഭാഷ സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് എപ്പോൾ എന്ത് ചെയ്യാണ് കുട്ടികളുടെ ബുദ്ധി വളർച്ചക്കും എല്ലാ രീതിയിലും അവരുടെ കോൺഫിഡൻസ് കൂടാനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും, അത് ഉപകരിക്കുന്നതാണ് ഒന്നാമത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ 5 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില കുട്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്ക് ചില ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള താല്പര്യം കുട്ടികളായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പൊ ചെറിയ കച്ചവടങ്ങൾ, സ്കൂളിൽ പോയിട്ട് ചില കച്ചവടങ്ങൾ, അത്തരത്തിലുള്ള കുട്ടികൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ ഓണ്ടർപ്രണർഷിപ്പ് കഴിവ് എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ചെറിയ അഥവാ വരുമാനം കണ്ടെത്താനുള്ള ചില മാർഗങ്ങൾ, മണി ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവരത് പ്രവർത്തിക്കട്ടെ. 2 മാസം ചെറിയൊരു കച്ചവടം പറ്റും. ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ചില കുട്ടികൾ കച്ചവടം, അതൊരു വലിയ അതിൽ നിങ്ങൾക്ക് അവർ കച്ചവടം ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവരത് പഠിക്കട്ടെ, ബിസിനസ് പഠിക്കട്ടെ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുക, ചെറിയ കച്ചവടങ്ങൾ, ചെറിയ മണി ഏൺ ചെയ്യാനുള്ള ചെറിയ ജോബുകൾ അവർക്ക് എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓരോ പ്രായം അനുസരിച്ച് നോക്കണം. അത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് അവരിൽ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് സഹായിക്കുന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പ്ലോർ പ്ലേസ് പീപ്പിൾ ഒക്യുപ്പേഷൻ. വ്യത്യസ്ത ആളുകളെയും സ്ഥലങ്ങളെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ
ചിലപ്പോൾ സ്കൂളുകളിൽ മാത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല, അതിലേറെ വലിയ പാഠങ്ങൾ ചിലപ്പോൾ പാഠപുസ്തകത്തിന് പുറത്തായിരിക്കും, നമ്മുടെ യാത്രകളിലൂടെ ആയിരിക്കും, ചില ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത്തരത്തിലുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പോയിട്ട് ഒരാളെ ഇന്ററാക്ട് ചെയ്യാനുള്ള നല്ല ആളുകളായിട്ട് അവർക്ക് അറിയണം എന്നില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിച്ച നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓരോ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ച ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകളായിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് കുട്ടികളെ കൂട്ടി കൊണ്ടുപോകുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കുട്ടികൾ അവരായിട്ട് സംസാരിക്കാനുള്ള, അവരുടെ സംസാരം അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, കൊണ്ടുപോയി കാണിക്കുക. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അവരിൽ ഒരുപാട് ചിന്തകൾ, പുതിയ പുതിയ ചിന്തകൾ വരാനാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, അവരെ സ്വാഭാവികമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വെറും പഠനവും പണം ഉണ്ടാക്കലും മാത്രമല്ല ലോകം, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതും നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ളൊരു തോന്നൽ കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, വോളണ്ടിയറിംഗ് പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പം എന്തെങ്കിലും സോഷ്യൽ സർവീസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഭാഗവാക്കാക്കുക. അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, മറ്റുള്ള കാര്യങ്ങൾ, രോഗികളെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ, പാലിയേറ്റീവ് പോലത്തെ, അതൊക്കെ കുട്ടികളെ പ്രായം കൂടി പരിഗണിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വൃദ്ധസ്ഥാനത്തിലൊക്കെ പോയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യാണ്, ഇവരും സമ്പത്ത് നേടുക, വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അപ്പുറം എന്താണ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കൂടി എന്ത് ചെയ്യുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി കൂടി കുട്ടികൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, അത് സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സുകൾ കുട്ടികൾ കൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോഴ്സ്, നിങ്ങൾക്ക് IAS ജൂനിയർ കോഴ്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഇനി അതല്ല, എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ, ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന കാര്യങ്ങളോ, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അത് എന്തിനു വേണ്ടിയാണ്, അവരുടെ സ്കിൽ ഡെവലപ്മെന്റും കൂടി അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ്. എന്തെങ്കിലും ഒരു സ്കില്ല് കുട്ടികൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എഴുത്ത്, വലതേ കൊണ്ട് എഴുതുന്ന ആളെ ഇടതേ കൊണ്ട് എഴുത്ത് പഠിപ്പിക്കുക, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാനോ അവരുടെ ഏതെങ്കിലും രൂപത്തിലായിട്ട് എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ട സഹായിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളെ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന എന്താണ്, എപ്പോഴും അവരുടെ പഠനത്തെ മെച്ചപ്പെടുന്നതായിരിക്കും. ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിലും 10ഓളം മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളിവിടെ കാണാൻ പറ്റും. ഞാൻ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 5 മാർഗങ്ങളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്കൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വരുന്ന ഇപ്പൊ ഈ വെക്കേഷൻ ശേഷമുള്ള അവരുടെ കാലം എന്ത് ചെയ്യും, ഒന്നും കൂടിയും അടിപൊളിയാകും എന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇതിൽ വല്ലാതെ മറ്റുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്താണ് രീതികൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഉപകരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടപ്പെട്ട കാണാം. അതുവരേക്കും ബൈ.